ആഗോള വിപണികളെ സംബന്ധിച്ചും അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒക്കെ നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ട് പതിവ് പോലെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. Good morning, Andla. Morning, viewers. സർ, അതുപോലെ തന്നെ യു എസ് വിപണിയിലേക്ക് പോയി നോക്കാം. ഇന്നലെ പ്രധാനമായിട്ടും ഡൗ ജോൺസിന് മാത്രമാണ് ഒരു നേട്ടം നിലനിർത്താൻ സാധിച്ചിട്ടിരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഡൗ ജോൺസിന് 5 വീക്കിന് ശേഷമാണ് 39,000 എന്നൊരു മാർക്കിന് മുകളിൽ ക്ലോസ് ചെയ്യാനായി സാധിച്ചിരിക്കുന്നത്. S&P 500 സൂചിക വളരെ ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ നാസ്ഡാക്ക് കോമ്പോസിറ്റ് സൂചിക ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഏർണിംഗ്സും അതിനോടൊപ്പം തന്നെ വലിയ ഡേറ്റകളും ഒന്നും വരാൻ ഇല്ലാത്ത ഈ ഒരു വാരത്തിൽ ഇനി എന്തൊക്കെയാണ് അമേരിക്കൻ സൂചികയുമായി ബന്ധപ്പെട്ട് സാറിന്റെ പ്രതീക്ഷകൾ? അല്ല, ഇന്നലെ നമുക്ക് അമേരിക്കൻ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡൗ ജോൺസ് ഇൻഡെക്സിലും നാസ്ഡാക്കിലും ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത്. ബട്ട് ഒരു ക്ലോസിംഗ് ടൈം ആയപ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിലും അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിലും നമുക്ക് ഒരു തിരിച്ചു വരവ് കാണാൻ സാധിച്ചു. സോ നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു നേട്ടം നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടൊരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഐ എം എക്സ്പെക്ടിങ് ബുള്ളിഷ്നെസ് ദിസ് വീക്ക്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിൽ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 17,900 പോയിന്റ്സ്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോഴേക്ക് ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 18,200, അതിനെ തുടർന്ന് 18,400 പോയിന്റ്സ്. അതേസമയം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് ആക്ച്വലി കുറെ കൂടെ പോസിറ്റീവ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അനില സൂചിപ്പിച്ചതുപോലെ 39,000 പോയിന്റ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 39,400, അതിനെ തുടർന്ന് 39,600 പോയിന്റിലും ആയിരിക്കും ഡൗ ജോൺസിന്റെ റെസിസ്റ്റൻസ് ലെവൽസ്. കമ്മോഡിറ്റി വിപണിയിലേക്ക് പോയി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റി വിപണിയിൽ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് വരുമ്പോൾ ഇന്നലെ അമേരിക്കയുടെ ക്രൂഡ് ഇൻവെന്ററി ഡേറ്റ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചത്തെ അപേക്ഷിച്ചിട്ട് വളരെ വീക്കായിട്ടൊരു ഡേറ്റയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സിൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുമില്ല. നിലവിൽ WTI ക്രൂഡിന്റെ ഫീച്ചേഴ്സ് 0.53% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 79.41 എന്നൊരു നിലയിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെന്റ് ഫ്യൂച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ 0.41% നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കേസിൽ ഓൾമോസ്റ്റ് 2 ആഴ്ചയായിട്ട് നമ്മൾ വി ആർ സീയിങ് കണ്ടിന്യൂസ് സെല്ലിംഗ്. അതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ ഷോർട്ട് ടേം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവർ സോൾഡ് റീഡിംഗ് ആണ് നമുക്ക് കാണുന്നത്. ഓവർ സോൾഡ് റീഡിംഗ് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് പൊസിഷൻസ് കവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. ആൻഡ് ക്രൂഡിന്റെ കേസിൽ അടുത്തൊരു 2-3 സെഷൻസിൽ നമുക്കൊരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു റിക്കവറി നടക്കുമ്പോൾ $79 മുതൽ $82 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. സോ അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ഇത് നമ്മളൊരു പുതിയ ബുള്ളിഷ് ട്രെൻഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത്. ബിക്കോസ് അതിനുശേഷം ക്രൂഡിന്റെ കേസിൽ വീണ്ടും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ എക്സ്പെക്ട് ചെയ്യാം. സർ, ഗോൾഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഗോൾഡിൽ നിലവിൽ ഇപ്പോൾ ഏകദേശം 0.25% ഇടിവിൽ ട്രോയ് ഔൺസിന് 2,316.5 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? സോ സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ വി ആർ സീയിങ് കൺസോൾട്ടേഷൻ. ആൻഡ് $2,345 ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. 2,280 രൂപ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. $2,280 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്വർണത്തിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്.
യെസ് സർ, അതിനോടൊപ്പം തന്നെ പതിവ് പോലെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ വരെ ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിച്ച നിഫ്റ്റി ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. 22,302.5 എന്ന നിലയിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈ പരിശോധിക്കുമ്പോൾ 22,368.65 വരെ ഉയർന്നിട്ടുണ്ടായിരുന്ന നിഫ്റ്റി ഇൻട്രാഡേ ലോയിലേക്ക് എത്തുമ്പോൾ 22,185.2 വരെ ഇടിഞ്ഞിട്ടുമുണ്ടായിരുന്നു. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കഴിഞ്ഞ 4 സെഷൻസിൽ വി ഹാവ് സീൻ പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അടുത്ത 2 സെഷൻസിൽ നമുക്ക് നിഫ്റ്റി 50 ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. നിഫ്റ്റി 50 22,100 പോയിന്റിൽ നല്ലൊരു സപ്പോർട്ട് ഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം അതൊരു റിക്കവറി നടക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 22,440, അതിനെ തുടർന്ന് 22,650. സർ, അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും സമാനമായിട്ടൊരു സ്ഥിതി തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 0.5% ഇടിവിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 48,021.1 എന്ന നിലയിൽ. ഇൻട്രാഡേ ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ 47,851.15 വരെ ഇടിയുന്നൊരു സ്ഥിതിയും കണ്ടിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെയാണ്? സോ ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ സപ്പോർട്ട് ഇനി നിൽക്കുന്ന 47,600 പോയിന്റ് ആൻഡ് മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 48,400, അതിനെ തുടർന്ന് 48,800 പോയിന്റിലും. നൗ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇന്നലെ ഇത്രയും വലിയൊരു സെൽ ഓഫ് കാണാൻ ഇടയായത് വാസ് മെയിൻലി ബിക്കോസ് തുടക്കത്തിൽ തന്നെ നമുക്ക് HDFC ബാങ്കിന്റെ കേസിൽ വലിയ തോതിൽ ഒരു സെല്ലിംഗ് നടത്തിയിരുന്നു. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നടന്നത് ആൻഡ് അതിനെ തുടർന്ന് ത്രൂ ഔട്ട് ദ ഡേ ഒരു സെല്ലിംഗ് പ്രഷർ HDFC ബാങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചു. HDFC ബാങ്കിന്റെ മേജർ സപ്പോർട്ട് 1,470 രൂപയിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് HDFC ബാങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. സർ, ഇന്നലെ നിഫ്റ്റി ബാങ്കിൽ HDFC ബാങ്ക് അടക്കമുള്ള പല ബാങ്കിംഗ് ഓഹരികളും വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ആക്സിസ് ബാങ്കിന്റെ ഓഹരികൾക്ക് നല്ല ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. 0.38% നേട്ടത്തിൽ 1,132 എന്നൊരു നിലയിലാണ് ആക്സിസ് ബാങ്കിന്റെ ഓഹരികൾ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ആക്സിസ് ബാങ്കിന്റെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 30 രേഖപ്പെടുത്തിയ 1,182.9 എന്ന നിലയാണ്. ആക്സിസ് ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ആക്സിസ് ബാങ്ക് ബാങ്കിങ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ബാങ്ക് ആക്സിസ് ബാങ്ക്. സോ ആക്സിസ് ബാങ്കിന്റെ കേസിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1,115 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 1,170 രൂപ, അതിനെ തുടർന്ന് 1,240 രൂപ. സർ, അതിനോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ വളരെ ശക്തമായ ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.25% ഇടിഞ്ഞ് 157.7 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ Q4 റിസൾട്ട് ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നായിട്ട് വലിയ തോതിലൊരു ബൈങ് ഇൻഡസ്ട്രി ഓഹരിയിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി മെയ് 2 പുതിയൊരു 52 വീക്ക് ഹൈ നിലവാരമായ 170.3 എന്ന നിലവരെ ഉയർന്നിട്ടുമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഫെഡറൽ ബാങ്കിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഫെഡറൽ ബാങ്കിന്റെ കേസിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല ഫെഡറൽ ബാങ്ക് 155 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. അറ്റ് ദ സെയിം ടൈം സ്റ്റോക്കിൽ ഒരു റിക്കവറി വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 165, അതിനെ തുടർന്ന് 168 രൂപയും. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഇൻഡിസസിലേക്ക് നോക്കുകയാണെങ്കിൽ മികച്ച പ്രകടനം നടത്തിയ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി ഓട്ടോ ആയിരുന്നു. നിഫ്റ്റി ഓട്ടോയിൽ ഇന്നലെ ഏകദേശം 1.5% മുന്നേറാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഓട്ടോയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് അല്ല പറഞ്ഞത് വളരെ ശരിയാണ്.
വളരെ പോസിറ്റീവായിട്ടായിരുന്നു നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. ആൻഡ് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഓട്ടോ സെക്ടർ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ടാറ്റ മോട്ടോ, മാരുതി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അശോക് ലേലൻഡ് മുതലായ എല്ലാ മേജർ ഓട്ടോ സ്റ്റോക്സിലും നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു സെക്ടർ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. സർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റ മോട്ടോഴ്സിലൊക്കെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റത്തിനൊരു സാധ്യത ഉണ്ട് എന്ന്. ടാറ്റ മോട്ടോഴ്സിലെ കഴിഞ്ഞ ഒരു ദിവസത്തെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിലും ഏകദേശം 2.25% അല്ലെങ്കിൽ 2.5% നേട്ടം നൽകാനായിട്ട് ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു 1013.1 എന്ന നിലയിൽ. എന്നാൽ ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 5 രേഖപ്പെടുത്തിയ 1065.6 എന്ന നിലയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ടാറ്റ മോട്ടോഴ്സിൽ ഏതെങ്കിലും തരത്തിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സർ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ടാറ്റ മോട്ടോഴ്സിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കറക്ഷൻ കാണാൻ സാധിച്ചു. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദറ്റ് കറക്ഷൻ സൈക്കിൾ. ആൻഡ് ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ കറണ്ട് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. 1020 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1045 രൂപയും അതിനെ തുടർന്ന് 1080, അതിനെ തുടർന്ന് 1100 രൂപയിലും ആയിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. മാരുതി സുസുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഏകദേശം 1.25% നേട്ടം നൽകാനായിട്ട് മാരുതി സുസുക്കിയുടെ ഓഹരികൾക്കും ഇന്നലെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 24 രേഖപ്പെടുത്തിയ 13,073.95 എന്ന നിലവാരമാണ്. മാരുതി സുസുക്കിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ മാരുതി സുസുക്കിയുടെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 12,100 രൂപയില. ഐ ഡോണ്ട് തിങ്ക് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 12,600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 13,000, അതിനെ തുടർന്ന് 13,300 രൂപയിലും ആയിരിക്കും. അതിനൊപ്പം തന്നെ അശോക് ലേലാൻഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. അശോക് ലേലാൻഡിലും ഇന്നലെ ഏകദേശം 2.5% അടുത്ത് മുന്നേറാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 198.75 എന്ന നിലയിലാണ് അശോക് ലേലാൻഡ് ഓഹരികൾ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ മെയ് 3 രേഖപ്പെടുത്തി 205.1 എന്ന നിലയാണ്. ഓഹരിയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിലും ഇയർ ടു ഡേറ്റിൽ ഏകദേശം 10% നേട്ടം നൽകാനായിട്ട് അശോക് ലേലാൻഡിന് സാധിച്ചിട്ടുണ്ട്. അശോക് ലേലാൻഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ നമ്മളിപ്പോ മാരുതിയെ കുറിച്ച് സംസാരിച്ചു, ടാറ്റ മോട്ടോറിനെ കുറിച്ച് സംസാരിച്ചു. ആൻഡ് ഈ 3 സ്റ്റോക്സും കമ്പയർ ചെയ്യുമ്പോഴേക്കും ഷോർട്ട് ടേമിൽ നമുക്കൊരു മൊമെന്റത്തിന് വേണ്ടി ഏറ്റവും നല്ല ബുള്ളിഷ് അസറ്റ് കാണാൻ സാധിക്കുന്ന അശോക് ലേലൻഡിന്റെ കേസിലാണ്. അശോക് ലേലൻഡ് വന്നിട്ട് കഴിഞ്ഞ ഓൾമോസ്റ്റ് 1-1.5 വർഷമായിട്ട് ബ്രോഡർ മാർക്കറ്റ് ആൻഡ് ഓട്ടോ ഇൻഡെക്സിനെ നോക്കുമ്പോഴേക്കും ആ ഒരു അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്ക് ആയിരുന്നു. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് അശോക് ലേലൻഡിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഫോം ചെയ്തിട്ടുണ്ട്. കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആൻഡ് അശോക് ലേലൻഡിന്റെ 3 മേജർ റെസിസ്റ്റൻസ് ഏരിയാസ്, ആദ്യത്തെ 210, അതിനെ തുടർന്ന് 220 ആൻഡ് അവസാനമായിട്ട് 230 രൂപയിലും ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. അതിനൊപ്പം തന്നെ FMCG മേഖലയിൽ നിന്നുള്ള ടാറ്റ കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ടാറ്റ കൺസ്യൂമേഴ്സിൽ ഇന്നലെ ഏകദേശം 1.3% നേട്ടം രേഖപ്പെടുത്തി 1114 എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 11 രേഖപ്പെടുത്തി 1269 രൂപയാണ്. അതിനുശേഷം പ്രത്യേകിച്ച് മാർച്ച് പകുതിയോടുകൂടി ഒരു സൈഡ് വേസ് ട്രെൻഡാണ് കഴിഞ്ഞ 1.5 മാസമായിട്ട് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ടാറ്റ കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ അനില പറഞ്ഞത് വളരെ ശരിയാ. മാർച്ചിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു ഹെൽത്തി കറക്ഷൻ കൺസോൾട്ടേഷൻ നടന്നു വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഊഹിക്കാവുന്നത് ആ ഒരു ലാസ്റ്റ് ഫേസ് ഓഫ് ദ കൺസോൾട്ടേഷനിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിന് 1070 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ തന്നെ കൺസിഡർ ചെയ്യാം.
ബട്ട് നമുക്കൊരു നല്ല മൊമെന്റം കാണണമെങ്കിൽ 1160 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 1160 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനൊപ്പം തന്നെ ഏജീസ് ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഏജീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ 1% ഇടിഞ്ഞ് 595 രൂപ എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 29 രേഖപ്പെടുത്തിയ 707.45 എന്ന നിലവാരമാണ്. ഓഹരിയുടെ ഒരു ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തിന് ശേഷം വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്ന ഓഹരി കൂടിയാണ്. ഈ ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റിന് ശേഷം തുടർച്ചയായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഓഹരിയിൽ കാണാനും സാധിക്കുന്നത്. ഏജീസ് ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? സോ അല്ല, ഏജീസ് ലോജിസ്റ്റിക്സ് ആക്ച്വലി മാർച്ച് അവസാനത്തോടു കൂടിയായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത് 358 രൂപ. അതിനുശേഷം അനില പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ആൻഡ് ഏപ്രിൽ മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ. ആൻഡ് സിൻസ് ദെൻ ഒരു നല്ല കറക്ഷൻ നടന്നു വരുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഒരു ഷോർട്ട് ടേം സ്പെക്കുലേറ്റീവ് ട്രേഡിന് വേണ്ടി നമുക്ക് നല്ല ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നൽകുന്ന ഒരു ഷെയർ ഏജീസ് ലോജിസ്റ്റിക്സ്. കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 560 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ്. മേജർ റെസിസ്റ്റൻസസ് കാണുന്നത് ആദ്യത്തെ 620, അതിനെ തുടർന്ന് 645, അതിനെ തുടർന്ന് 680, അവസാനമായിട്ട് 700 രൂപയിൽ. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ അനിൽകുമാർ എന്ന പ്രേക്ഷകൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 1.25% നേട്ടം നൽകി 142.7 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേമിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്കൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ആൻഡ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. സ്റ്റോക്ക് 135 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. മുകളിലോട്ട് ഒരു റിക്കവറി വരുന്ന സമയത്ത് 3 റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 150, 155 ആൻഡ് അവസാനമായിട്ട് 165 രൂപ. പല പ്രേക്ഷകരും അദാനി ഗ്രൂപ്പിലെ ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവെയുള്ള അദാനി ഗ്രൂപ്പുകളിലെ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അതിനോടൊപ്പം തന്നെ അദാനി വിൽമറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? സോ അദാനി വിൽമർ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അദാനി വിൽമറിന്റെ എല്ലാ ട്രെൻഡുകളും, ദാറ്റ് ഇസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. അദാനി വിൽമറിന് വന്നിട്ട് 328 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ അടുത്ത കാലത്ത് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും ഈ സ്റ്റോക്കിൽ നമുക്കൊരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 350 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. അദാനി എനർജി സൊല്യൂഷൻസിന്റെ കേസ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ് ടു ബെയറിഷ്. ഈ സ്റ്റോക്കിന് 1000 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈങ് എൻട്രി ലഭിക്കണമെങ്കിൽ 1070 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അദാനി എന്റർപ്രൈസസ് നോക്കുകയാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആർ ബോത്ത് ബെയറിഷ്. ഈ സ്റ്റോക്കിൽ തൽക്കാലം ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യരുത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2800 രൂപയിൽ സപ്പോർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. അദാനി ഗ്രീൻ എനർജി നോക്കുകയാണെങ്കിൽ again long term trend bullish ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ് ടു ബെയറിഷ്. ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അദാനി പോർട്ട് നോക്കുകയാണെങ്കിൽ again ഈ സ്റ്റോക്ക് ഏപ്രിൽ മാസത്തിലായിരുന്നു ഒരു പുതിയ 52 വീക്ക് ഹൈ നമുക്ക് നൽകിയത് 1424 രൂപ. അതിനെ തുടർന്ന് സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ബൈയിങ് ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് അവസാനമായിട്ട് അദാനി പവർ. അദാനി പവറിന്റെ കേസിലും കഴിഞ്ഞ ഒരു മാസമായിട്ട് there's a consolidation പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 585 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം സോറി 565 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും അദാനി പവറിലും കാണാൻ സാധിക്കുന്നില്ല.
യെസ് സർ. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള സുമേഷ് ചോദിച്ചിരിക്കുന്നത് ഈസാഫ് സ്മോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ 0.5% ഇടിവിൽ 60 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയ 82.4 ആണ്. ഈസാഫുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഈസാഫിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് വന്ന 57 മുതൽ 65 രൂപ ഈ ഒരു ബ്രോഡ് റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 63 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 63ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ശംഖു എന്ന പ്രേക്ഷകൻ ടൈറ്റനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിവിൽ 3255 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈറ്റാനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടൈറ്റന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഒരു ഓവർസോൾഡ് റീഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഓവർസോൾഡ് റീഡിംഗ് വരുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. എലിസബത്ത് എന്ന പ്രേക്ഷക ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ് അഥവാ JP പവർ എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1%-ലധികം നേട്ടത്തിൽ 18.65 എന്നൊരു നിലയിലാണ്. JP പവറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? JP പവർ നോക്കുമ്പോഴേക്കും ദിസ് ഇസ് എ പ്യോർ സ്പെക്യുലേറ്റീവ് കമ്പനി. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ഒരു കമ്പനിയാണ്. ആൻഡ് നമ്മൾ ലോങ് ടേമിന് വേണ്ടി ഇത്തരം സ്റ്റോക്സിൽ ഒരിക്കലും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യരുത്. പിന്നെ നമ്മൾ വളരെ ഹൈ റിസ്ക് ട്രേഡിന് പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് 19 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 1-2 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് വീണ്ടും ഞാൻ പറയുന്നു, ഇത്തരം സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വറി കൂടി എത്തിയിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സ് ഇന്നലെ 1%-ലധികം നേട്ടത്തിൽ 392.9 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ കല്യാണിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്ക് ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത് 449 രൂപ. ആൻഡ് സിൻസ് ദെൻ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ് ടു സൈഡ് വേസ്. ആൻഡ് ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ എന്ന പ്രേക്ഷകൻ IRFCയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IRFC ഇന്നലെ 1.5%-ലധികം നേട്ടത്തിൽ 152.4 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IRFCയിൽ ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ IRFCയിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് പല റെയിൽവേ സ്റ്റോക്സിനൊപ്പം തന്നെ ഈ സ്റ്റോക്കിലും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ ഇടയായി. ആൻഡ് കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്കൊരു ടേൺ അറൗണ്ടിനുള്ള നല്ല ചാൻസസ് കാണുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 140 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 161, അതിനെ തുടർന്ന് 180 രൂപയിലും. യെസ് സർ. ഈസ്മൈ ട്രിപ്പുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ ഏകദേശം 0.5%-ലധികം നേട്ടത്തിൽ 44.45 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈസ്മൈ ട്രിപ്പുമായി ബന്ധപ്പെട്ട താങ്കളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ ഈസ്മൈ ട്രിപ്പ് വന്നിട്ട് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ കമ്പനിയുടെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. 48 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക.
എസ് മധു എന്ന പ്രേക്ഷകൻ റിലയൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1% നേട്ടത്തിൽ 2834.25 എന്ന നിലയിലാണ്. റിലയൻസുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? സോ റിലയൻസിന്റെ കേസിൽ റിലയൻസ് ഒരു 2-3 ആഴ്ചകൾക്ക് മുൻപായിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയ 3020 രൂപയ്ക്ക് അടുത്ത്. ആൻഡ് സിൻസ് ദൻ ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2760 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ജെയിൻ എന്ന പ്രേക്ഷകൻ ഇൻഡസിൻഡ് ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.5% ഇടിവിൽ 1446.3 എന്ന നിലയിലായിരുന്നു. ഈ ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലൊരു ബൈയിങ് അവസരമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. സോ ഇൻഡസിൻഡ് ബാങ്കിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1420 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഇന്നത്തെ ഫോർത്തിലെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്സിസ് ബാങ്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നമുക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സ്പേസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ഫോക്കസും ആക്സിസ് ബാങ്ക് അതല്ലെങ്കിൽ ICICI ബാങ്കിലോട്ട് നൽകുക. ജിയോ ഫിന്നുമായി ബന്ധപ്പെട്ടൊരു ക്വറി കൂടി എത്തിയിട്ടുണ്ട്. ജിയോ ഫിന്നിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.1% ഇടിവിൽ 355.5 എന്ന നിലയിലാണ്. ജിയോ ഫിന്നിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? സോ ജിയോഫിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നു. ജിയോഫിന്റെ കേസിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് 350 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ എ സ്റ്റോപ്പ് ലോസ് അറ്റ് 349. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മളൊരു പ്യോർ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് നമ്മളൊരു അവസരം നോക്കുകയാണെങ്കിൽ 366 രൂപയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 366 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 385, 390 ആ റേഞ്ചിലായിരിക്കും. അതിനോടൊപ്പം തന്നെ വർഗീസ് എന്ന പ്രേക്ഷകൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? BLന്റെ കേസ് നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. എങ്കിലും ഈ ഹൈ ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സർ, താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി ടാറ്റ പവറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവെക്കാമോ? ടാറ്റ പവറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. കഴിഞ്ഞ 4 സെഷൻസിൽ ഒരു 52 വീക്ക് ഹൈ എത്തിയതിനു ശേഷം വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 418 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ലെവൽ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സർ, ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ കഴിവതും സാറിനോട് ചോദിക്കുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ ഇൻഹൗസ് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.